അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ ഒരു കിളവൻ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലേ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കെതിരെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയും ഈ രണ്ട് പാർട്ടിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇയാൾ നിരന്തരം വീഡിയോ ചെയ്യുന്നത്. ഇതിനൊരുപാട് ഷെയർ ചെയ്യലും ഒരുപാട് ലൈക്ക് ചെയ്യലൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടിയെ തകർത്തിട്ട് ഒരു പാർട്ടിയെ വളർത്തി കൊണ്ടുവരുന്നത്. പക്ഷെ ഡയറക്റ്റ് പറയില്ല, ഇൻഡയറക്റ്റ് ആണ്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ളൂ. അപ്പം എന്തായാലും ഈ കിളവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കിളവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ 60 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക്, അതായത് ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മുടെ കേരള സർക്കാർ, കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താ ഓട്ടോ സംവിധാനവും ഉണ്ടാക്കിയത് ആര്? മലയാളിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തതാര്? ചോദ്യമാണല്ലോ. ഇത്തരം ഭായിമാരെ അതിഥി തൊഴിലാളി എന്ന് വിളിച്ചവന്മാരെ ഇത് ഉണ്ടാക്കിയത് 90%. LDF ഉം UDF ഇതിനകത്ത് പങ്കുണ്ട്. ഇവരാ ഇതിന്റെ പുറകെ കളിച്ചത്. ഇതിന് പണിയെടുത്തത് ആരാന്നറിയോ? കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാര്. ആരാണ് ഈ 60 ലക്ഷം ആധാർ കാർഡ് ഇവിടുത്തുകാരല്ലാത്തവർക്ക് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഈ 60 ലക്ഷം ആധാർ കാർഡ് വെച്ച് അധിക ഓട്ടോ സംവിധാനവും ഉണ്ടാക്കിയത് ആര്? മലയാളിക്ക് കിട്ടണം. താങ്കൾ ഉന്നയിച്ചത് നിലവിൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായ താങ്കളെ പോലെയുള്ള ഒരാൾക്ക് ഇതിന്റെ ഗൗരവം നന്നായി അറിയാമല്ലോ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മൈഗ്രന്റ് വർക്കേഴ്സ് കാര്യത്തിൽ സർക്കാരും പോലീസും സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു. നിലവിലെ സുരക്ഷാ നടപടികൾ. അതിഥി പോർട്ടൽ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനായി സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണിത്. തൊഴിലാളികളുടെ പേര്, വിലാസം, ആധാർ വിവരങ്ങൾ എന്നിവ ഇതിൽ നിർബന്ധമായും രേഖപ്പെടുത്തും. പോലീസ് വെരിഫിക്കേഷൻ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കടന്നുകൂടുന്നത് തടയാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളിലും താമസ സ്ഥലങ്ങളിലും ഇടയ്ക്കിടെ പരിശോധനകൾ നടക്കാറുണ്ട്. ഐഡന്റിറ്റി കാർഡ്. ജോലി നൽകുന്ന കരാറുകാരും തൊഴിലുടമകളും തൊഴിലാളികളുടെ ഐഡന്റിറ്റി കാർഡുകൾ സൂക്ഷിക്കണമെന്നും അവർക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. ഇതൊക്കെ കേരള സർക്കാർ, നമ്മുടെ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങളാണ്, ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ്. വെല്ലുവിളികൾ. എങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഒഴുകി വരുന്ന ജനവിഭാഗം. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ട്രെയിൻ മാർഗം വരുന്നതിനാൽ എല്ലാവരെയും ഒരേപോലെ നിരീക്ഷിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ്. രണ്ട്, രേഖകളില്ലാത്ത. ഇതെന്തുകൊണ്ടാണെന്നറിയോ? അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നത്, കേരളം അവർക്ക് മിനി ഗൾഫാണ്. മനസ്സിലായ? ഇവിടുത്തെ ഊച്ചാളി മലയാളികൾ, രാജ്യസ്നേഹികൾ അടിക്കും ഇങ്ങനെ, യു പി എ നോക്ക്, അവിടെ നിന്ന് മൊത്തം വരുന്നത് ഇവിടെ ജോലിക്കുക. താമസം. പലരും ലേബർ ക്യാമ്പുകൾക്ക് പുറത്ത് രഹസ്യമായി താമസിക്കുന്നത് നിരീക്ഷണത്തിന് തടസ്സമാകാറുണ്ട്. മൂന്ന്, വ്യാജരേഖകൾ. ചിലർ വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് ജോലി നേടുന്നതും അധികൃതർക്ക് തലവേദനയുണ്ടാക്കുന്നുണ്ട്. സർക്കാരും പോലീസും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. താങ്കളെ പോലെ ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രത്യേക സംഭവത്തെ കുറിച്ചാണോ? അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേരള സർക്കാർ വളരെയധികം ശക്തമായിട്ടുള്ള നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ കിളവനെ പോലുള്ള ആൾക്കാർ നിരന്തരം തേടിയെത്തുന്ന ആൾക്കാർക്കെതിരെ വലിയ രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വാളയാറിൽ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നില്ല, ഒരു പാവപ്പെട്ട മനുഷ്യനെ, അതുപോലെ ആളുകൾ കൊല്ലുകയാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഗൾഫിൽ പോയിട്ട് ജീവിക്കുന്നില്ലേ ഇല്ലേ? അപ്പോൾ അവിടത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള രാജ്യത്ത് പോയി ജീവിക്കുന്നത്, അവിടെയുള്ള ആൾക്കാർ നമ്മൾ ആക്രമിച്ച് എങ്ങനെയുണ്ടാവും? അവർ ഇവിടെ തൊഴിൽ ചെയ്യാൻ വരുന്നത് നമ്മുടെ സംസ്ഥാനം മിനി ഗൾഫാണെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നല്ല കൂലിയുണ്ട്. മലയാളികൾ ചെറിയ ചെറിയ കൂലിപ്പണിക്കൊന്നും പോവില്ല മിക്കവാറും. അതുകൊണ്ട് മാത്രമാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നതും അവർക്ക് നല്ല കൂലി കിട്ടുന്നു. അവർക്ക് വെറും 300 രൂപ 400 രൂപ അവരുടെ സ്ഥലത്ത് സംസ്ഥാനത്തിൽ കിട്ടുള്ളൂ. ഇവിടെ 1000, 1200, 1300 കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇതൊരു മിനി ഗൾഫാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം ഇത് അവതരിപ്പിക്കാൻ, അല്ലാതെ അവരുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. അവർക്കും കുട്ടിയും കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. ചില
ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരെ പിടിക്കാനാണ് കേരള സർക്കാരും കേരള പോലീസും ഉള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ഒരാളുടെ മേലെ സംശയം ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി ചെയ്യുക, അതാണ് യഥാർത്ഥ വേണ്ടത്. അല്ലാതെ ഒരു തൊഴിലാളിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് കൊല്ലുകയല്ലേ വേണ്ടത്. അയാൾക്ക് ഒരു കുടുംബമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് സമ്പാദിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇതേപോലെ ആരോപിച്ചിട്ട് അടിച്ച് കൊന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ കുടുംബം ഇവിടെ ആലോചിച്ച് നോക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുന്നുള്ളത്. കുറച്ചെങ്കിലും കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. ഇതുപോലുള്ള കിളവന്മാർ എന്നുകൊണ്ട് 3 മിനിറ്റ് റീൽസ് ഇട്ടുകൊണ്ട് നിരന്തരം ഈ തൊഴിലാളികളെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ശക്തമായിട്ടുള്ള നിയമ നടപടി വേണം. പിന്നെ ഈ കിളവ ആരോപിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇതിൻ്റെ അകത്ത് വന്നിട്ട് കേരളത്തിനകത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഇത് ഈ ഇന്ത്യൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തമാരാണ്? പിണറായി വിജയനാണോ? എന്താണ് ഇവന്മാർ പറയുന്നത്? ഇവന്മാരുടെ തലക്കകത്ത് എന്താണുള്ളത് എനിക്ക് മനസ്സിലായിട്ടാ. ബംഗ്ലാദേശിന് ഇതിൻ്റെ അകത്ത് കേരളത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനാണോ LDF ആണോ ഇതിൻ്റെ കാരണം? പിന്നെ കേന്ദ്ര സർക്കാർ പിന്നെ എന്തിനാണ് അവിടെ മിലിറ്ററിയിൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഒരു കോമൺ സെൻസ് ഇല്ലാതെ LDFനെയും അതുപോലെ പിണറായി വിജയനെയും തെരുവ് അറിയിപ്പിക്കുക, അതുപോലെ അവർക്കെതിരെ വീഡിയോ ചെയ്യുക, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കെതിരെ പറയുക. ഇവർ രണ്ടാളെയും മാറി മാറി പറയുന്നുള്ളൂ, വേറെ ആരെയും പറയുന്നില്ല. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോ ഈ കമന്റ് ബോക്സിൽ കാണുന്നില്ല. അത് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരും കേരളത്തിലുള്ളത് അതുപോലെ തന്നെ മാർക്സിസ്റ്റുകാരുമാണ്. ഇവരെയൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിൽ കാണുന്നില്ല. ഇവർക്ക് ഈ പാർട്ടിയോട് ഒരു സ്നേഹവുമില്ല. അവർ നോക്ക്, പറയുന്നത് വ്യാജം, ചെയ്യുന്നത് വ്യാജ പ്രവർത്തനം. പക്ഷെ അത് സത്യത്തിന്റെ രീതിയിൽ വന്ന് കൂട്ടമായിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കുന്നു. അത് ഏത് തന്തയില്ലായ്മ ആയാലും ശരി അവരെന്ത് ചെയ്യുന്നു, ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത് അതിനിപ്പോൾ സത്യം വന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാവുന്ന രീതിയിൽ വന്നിട്ട് ഒരു 10-25 പേര് വന്ന് കമന്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള, അതായത് മറ്റുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരിക. ഞങ്ങൾ സ്വയം രാജ്യത്തിനെ സ്നേഹിക്കുന്നവരാണെന്ന് പറയുകയും മറ്റുള്ളവർ രാജ്യദ്രോഹികളാക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് 10-25 കമന്റുകൾ വരുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നു, അയ്യോ ഞാൻ അപ്പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ രാജ്യദ്രോഹിയാവും, ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ രാജ്യസ്നേഹിയാവും എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോകും. ഇത് ഇവരുടെ ഒരു യൂണിവേഴ്സിറ്റി തന്ത്രമാണ്. ആ തന്ത്രത്തിലേക്ക് നിങ്ങൾ പെടരുത്. നിങ്ങൾ യഥാർത്ഥ മലയാളിയാണെങ്കിൽ ചിന്തിക്കുക, എങ്ങനെയാണ് മറ്റുള്ള രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയുടെ അകത്ത് വന്നു? ഇതിന് ഉത്തരവാദിത്വം ആരാണ്? പിണറായി വിജയനാണോ? നിങ്ങൾ കമന്റിൽ പറയും.